IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ വ്യാജരേഖകൾ ഉണ്ടാക്കി എന്നാണ് പോലീസ് പറയുന്നത്. വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളും വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഈ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിച്ച ട്രാക്കിലോട്ട് തന്നെയാണ് ഏകദേശം ഈ കേസിന്റെ ഒരു പോക്ക്. എനിക്ക് തോന്നുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ 3rd or 4th വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എനിക്ക് തന്നെ ഈ വീഡിയോ ഇങ്ങനെ 1, 2, 3, 4 എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം ഞാൻ ഈ തൊട്ട് മുമ്പ് അപ്പീൽ പോയതിൻ്റെയും പിന്നെ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നറിഞ്ഞതുമായി ബന്ധപ്പെട്ട ന്യൂസൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അതിലും ഫ്രണ്ടോട്ട് ഈ കേസ് പോകുന്ന സമയത്ത് സംസാരിക്കാമെന്ന് കരുതി നിന്നപ്പോഴാണ് ഈ ഒരു സാധനം വന്നത്. വിവാഹിതർ എന്ന് തെളിയിക്കുന്ന രേഖയും വ്യാജ ക്ഷണക്കത്തും. അപ്പം നമ്മുടെ സുഗാന്തേട്ടൻ ആള് ഭയങ്കര പവർഫുള്ളാണ്. അൾട്രാ 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 ഇനി അതിനും കൂടി എന്തോ ഒരു അൾട്രാ ഉണ്ടെങ്കിൽ ആ ലെജൻഡാണ് ഇങ്ങനത്തെ ക്രൂക്കഡ് കാര്യങ്ങൾക്ക് ബുദ്ധിയില്ല. അപ്പോൾ മേഘയും സുശാന്തുമായിട്ടുള്ള ബന്ധം അവർ രണ്ടുപേരും ശാരീരിക ലെവലിലോട്ട് പോയിട്ടുണ്ട്. പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു, അറിയാലോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത സമയത്ത് മേഘയുടെ ഫാദറിന് കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് പോലീസിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ തെളിവ് എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്ക്ലോഷർ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇവർ റിലേഷൻഷിപ്പിലായതും ശാരീരിക ബന്ധത്തിലായതും മേഘ പ്രഗ്നൻ്റ് ആയതും കുട്ടീനെ കൊണ്ടുപോയി അബോർട്ട് ചെയ്തതും അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള പ്രൂഫ്സും കാര്യങ്ങളും. ആദ്യത്തെ ചോദ്യം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇറ്റ്സ് വെരി കോമൺ ഇൻ ഓൾ ദ റിലേഷൻഷിപ്പ് ഇന്നത്തെ തലമുറയിൽ. പക്ഷേ അതൊരു പ്രഗ്നൻസി ലെവലിലോട്ട് പോവുക, എന്നിട്ട് അതിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുക, എന്നിട്ട് അതിനു വേണ്ടി ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ കല്യാണക്കത്ത് ഉണ്ടാക്കുക, രേഖകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്രൂക്കഡായിരിക്കും ആ പർട്ടിക്കുലർ വ്യക്തി. ആ ഒരു കാര്യം ചെയ്യാൻ അത്രമാത്രം ഒരു ബുദ്ധിയോ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കല്യാണം കഴിക്കാത്ത കപ്പിൾസ് എന്ന നിലയിൽ നമ്മൾ സ്റ്റക്കായി പോവല്ലേ ചെയ്യുക. ഇൻസ്റ്റഡ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, കല്യാണമൊക്കെ തൂക്കി ഫൈൻ ഞാൻ സമ്മതിച്ചു. നമ്മളൊരു മാറ്റർ ഉണ്ടാക്കി പ്രസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ സാധനം അടിച്ചു തരും. പക്ഷേ ഈ വിവാഹരേഖ എങ്ങനെയാണ് വ്യാജമായി ഉണ്ടാക്കുക? ഈവൻ ഒരു പെൺകുട്ടികൾ ഒളിച്ചോടാൻ ശ്രമിച്ചാൽ തന്നെ എൻ്റെ ഒരു ഉള്ള കുഞ്ഞറിവ് പ്രകാരം ആ പേരും ഡീറ്റെയിൽസൊക്കെ നോട്ടീസ് ബോർഡിലിടും. പിന്നെ അവർ തന്നിരിക്കുന്ന അഡ്രസ്സിലോട്ട് ലെറ്റർ പോവും എന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് എങ്ങനെ ഈ വ്യാജരേഖ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇൻ കേസ് ആ രേഖ വ്യാജമാണോ അല്ലെങ്കിൽ ഒറിജിനൽ ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാണ്ടാണോ പോലീസുകാർ നേരെ ചെന്നിട്ട് ഡോക്ടർമാർ നേരെ ചെന്നിട്ട് കുട്ടീനെ അബോർട്ട് ചെയ്തത്? IB ഉദ്യോഗസ്ഥയാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം കണക്ഷൻസ് ഒരുപാടുണ്ടാവും. മേ ബി ആ കണക്ഷൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് പ്രകാരമായിരിക്കാം ഉണ്ടാക്കിയത്. പക്ഷെ അത് OG സാധനമാണോ എന്ന് പോലും നോക്കാണ്ട് അബോർട്ട് ചെയ്ത ഒരു ഹോസ്പിറ്റലുകാർ. ഇങ്ങനെ അബോർഷന് 2 ആൾക്കാർ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഫാമിലീനെ ഒന്നും ചോദിക്കില്ലേ? സുഗാന്തിന് കുരുക്കാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതാണ് കുടുംബം നേരത്തെ പറഞ്ഞ തങ്ങളുടെ മകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നതിനുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞത്. ആ തെളിവുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു. ഗർഭഛിദ്രമടക്കം ചെയ്തു എന്നത് വെളിവാക്കുന്ന രേഖകളാണുള്ളത്. സുഗാന്തിന് ഇത് കുരുക്കല്ല, ഇത് വലിയൊരു അടി തന്നെയാണ്. ഈ 2 തെളിവ് കണ്ടിട്ടെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് കോടതി ഒരു നിയമം എടുത്തിട്ട് പോലീസുകാർ സുഗാന്തിനെ പിടിച്ചാൽ ഇനി അതിന് മുമ്പ് വെയിൽ കൊടുത്തുവോ എന്നും പറയാൻ പറ്റില്ല. ശേഷം ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം വിവാഹത്തിൽ നിന്നും ഈ സുഗാന്ത പിന്മാറുകയായിരുന്നു. യുവതിയുടെ വീട്ടിൽ വിളിച്ച് അമ്മയോട് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതാണ് പിന്നീട് ഈ യുവതിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള കാരണം എന്നതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കേസിന്റെ ട്വിസ്റ്റ് വരുന്നത് അമ്മേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മയും അച്ഛനൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള റിലേഷൻഷിപ്പാണ് സ്റ്റാർട്ടിങ്ങിലേ അറിയായിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയി അബോർട്ട് ചെയ്യുന്ന ഒരു ലെവലിലോട്ടൊക്കെ എത്തിയ സമയത്ത് മേ ബി അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടീനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴേ ഇതൊക്കെ ഒരു വിഷയമാണ്, നമുക്കത് കഴിഞ്ഞ് കല്യാണം കഴിക്കാം. ചിലപ്പോൾ ആ കൺവിൻസിലൊക്കെ ആയിരിക്കാം ഈ മേഘ വീണ് പോയിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ആൾ നേരെ പ്ലേറ്റ് മറിച്ചു, ഇവളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ
എന്തിനാണ് മിസ്റ്റർ സുഗാന്തേട്ട താങ്കൾ ചെന്ന പെണ്ണിനെ സ്നേഹിച്ച് പ്രണയിച്ച് കല്യാണം കഴിപ്പിച്ച് പ്രഗ്നൻ്റ് ആക്കിച്ച് നേരെ കൊണ്ടുപോയി അബോട്ട് ചെയ്തത്? എന്തായിരുന്നു താങ്കളുടെ ഉദ്ദേശം? പൈസ മാത്രമാണോ? അല്ലെങ്കിൽ ഈ പൈസയും കൊണ്ട് താങ്കൾക്ക് എന്താ ഇപ്പോൾ ഈ ലോകത്ത് കിട്ടിയത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സുഗാന്തിനെതിരെ പ്രതി ചേർത്തത്. ബലാത്സംഗം ചെയ്യുക, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കേസുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത്, വകുപ്പുകളാണ് നിലവിൽ ചേർത്തിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതിനപ്പുറം പല കാര്യങ്ങളും സുഗാന്തിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ്, ഒരു സിസ്റ്റത്തെ കളിപ്പിച്ചത്, ഇല്ലാത്ത രേഖ ഉണ്ടാക്കിയത്, ഒരു പെണ്ണിനെ മാനസികമായി ഹേർട്ട് ചെയ്തത്, ആത്മഹത്യാ പ്രവണത, ബലാത്സംഗം, പെൺവാണിഭം, ഇങ്ങനത്തെ കുറേ സാധനങ്ങളിടാം. അതൊക്കെ ഇടുന്നതിന് മുമ്പ് ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സുഗാന്തിനെ പിടിക്കുക. ഇപ്പം ഈ കേസ് നടന്നിട്ട് ഏകദേശം 2-3 വീക്കായി. ഇതുവരെ അവരെ പിടിക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് അവൻ എസ്കേപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവന് ഇതിൽ നിന്ന് ഒളിക്കാനുള്ള ചാൻസസ് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് ഇത്രയും നേരം അവനെ പിടിക്കാത്തതിൽ എനിക്ക് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും ഈ ന്യൂസിൽ കേൾക്കാനൊന്നുമില്ല. നമുക്കിപ്പോൾ വളരെ കോമൺ ആയിട്ട് ഇരുന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരു പെൺകുട്ടി മരിക്കാൻ കാരണമായത് ഒരു ചെക്കനാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ അത് പോയിട്ടുണ്ട്. വീട്ടിൽ അറിയുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു. ലാസ്റ്റ് അവളെ റിലേഷൻഷിപ്പ് അങ്ങ് ബ്രേക്കപ്പ് ആക്കി. അതുകൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ഇതൊരു ക്ലിയർ കട്ട് ന്യൂസാണ്. അല്ലെങ്കിൽ ഈ ന്യൂസ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന സമയത്ത് അത്യാവശ്യം TV അതും ഇതും കാണുന്ന ആൾക്കാർക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. പക്ഷേ ഈ വ്യാജരേഖയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ആദ്യത്തെ അറിവാണ്. അപ്പം ഇത്രയും തെറ്റ് ചെയ്തിട്ടുള്ള സുഗാന്തിനെ പിടിക്കുക, പുറത്തോട്ട് കൊണ്ടുവരിക, വേണ്ട നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതേ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അത്രത്തോളം പോലീസ് ഫോഴ്സ് ഉണ്ട്. ഈ പോലീസ് ഫോഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വിചാരിച്ചാൽ, അല്ലെങ്കിൽ സൈബർ ഫോഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വിചാരിച്ചാൽ കിട്ടാത്ത ദൂരത്തേക്കൊന്നും സുഗാന്തിന് കുറച്ച് നേരമല്ല ഈ സമയം കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അറസ്റ്റ് ഉണ്ടാവണം. ഏതൊരു കേസ് വരികയാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് 1-2 ദിവസം കൊണ്ട് തന്നെ ഈ കേസിന് കാരണക്കാരനായ ആളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെ അവൻ്റെ ഏത് കേസാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വൈ ദിസ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വൈ ദിസ്? ഇത്രയും ദിവസമായി, ഇത്രയും ഡിസ്കഷൻ നടന്നു, ഇത്രയും കാര്യങ്ങൾ വന്നു, ഡെയിലി ഇതിനെ പറ്റിയുള്ളൊരു ചർച്ച വന്നു. ബട്ട് വൈ ദിസ്? എന്തുകൊണ്ട് ഇത് ലേറ്റ് ആവുന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും മേഘയുടെ ലൈഫ് കഴിഞ്ഞു. മേഘയുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ മോളും പോയി. ഇനി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആകെയുള്ളൊരു നീതി, അല്ലെ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആകെ ഒരു സാധനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പണിഷ്മെൻ്റാണ്. നമ്മൾ ഇന്നത്തെ കോർട്ടിനെയും ലീഗൽ സിസ്റ്റത്തിനെയും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. ഏതൊരു കേസ് വരുന്ന സമയത്താണെങ്കിലും എന്തൊരു ഇഷ്യൂ വരുന്ന സമയത്താണെങ്കിലും ഞാൻ ഫസ്റ്റ് പറയുക നേരെ പോയി നിയമ നടപടിക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷെ ആ നിയമം പോലും ഒന്നുമല്ല എന്ന രീതിയിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം എക്സാക്ട്ലി വരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ് വൈ ദിസ് ക്രൈം കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഒരേ രീതിയിലുള്ള ക്രൈം, ഒരു പാറ്റേൺ ഓഫ് ക്രൈം ഇങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പം എന്താ പറയുക, ലഹരി ഉപയോഗിച്ച് അമ്മേനെ വെട്ടി, ലഹരി ഉപയോഗിച്ച് അച്ഛനെ വെട്ടി, ലഹരി ഉപയോഗിച്ച് കാമുകീനെ വെട്ടി. ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് ക്രൈം. അല്ലെങ്കിൽ എന്താ പറയുക, മോഷ്ടിക്കാൻ വേണ്ടി വീട്ടിൽ കയറി വീട്ടിലുള്ള വയോധികകളെ ആക്കി. അത് പല ഏരിയയിൽ നമുക്ക് അങ്ങനത്തെ ന്യൂസും കാര്യങ്ങളും കേൾക്കാൻ പറ്റും. ഇറ്റ് കണ്ടിന്യൂസ് അല്ലേ? ഇതിനൊരു മാറ്റം വരാത്ത എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പണിഷ്മെൻറ്റ് സിസ്റ്റമാണ്. നമ്മുടെ പണിഷ്മെൻറ്റ് എത്രത്തോളം സ്ട്രോങ്ങർ ആവുന്നോ അത്രത്തോളം ഈ ക്രൈം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാണ്ട് നിൽക്കാനുള്ളൊരിതുണ്ടാവും. അല്ലെങ്കിൽ എന്തായിരുന്നു ഇപ്പം എന്ത് പിടിച്ച് അവിടെ ആക്കി തീർന്നു. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ക്ലയൻസിൽ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള, എന്നാൽ ഡ്രഗ്സൊക്കെ ആയിട്ട് എന്താ പറയുക പിടിച്ചിട്ടുള്ള, എന്ന് വെച്ചാൽ പോലീസ് അധികൃതർ പിടിച്ചിട്ടുള്ള ക്ലയൻസ് എൻ്റെ കേസസിൽ വരലുണ്ട്. ഇവർ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പിടിച്ചാലും കുഴപ്പമില്ല, ഫൈൻ അടച്ചാൽ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം ഇവിടെ കടന്നാൽ തീരാവുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അന്നേരം UAE നിന്നൊക്കെ എനിക്ക് ക്ലയൻസ് വരും. അപ്പോൾ അവിടെയുള്ള ക്ലയൻസിനോടൊക്കെ ഞാൻ ചോദിക്കും, അവിടെ എങ്ങനെയാണ് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു പേഷ്യൻറ്റ് പറഞ്ഞതാണ്. ഐ ഡോണ്ട് റിമെമ്പർ എന്താ കാര്യം എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തോ ഒരു ചെറിയൊരു കേസ് പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എല്ലാവരും കൂടെ കൂടുന്ന ഒരു ഏരിയ ഉണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്റ്റ് എനിക്കറിയില്ല. അവിടെ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് തിരിച്ച് നിർത്തിയിട്ട് ചാട്ടവാറും കൊണ്ട് ഒരടി കിട്ടുന്നു. പിന്നെ നമുക്ക് ആ പണി ചെയ്യാനേ തോന്നില്ല. ഇതൊരു 3-4 ആഴ്ചയോളം കണ്ടിന്യൂ ചെയ്യുന്നു.
അപ്പോൾ നമ്മളുടെ ഈ ഒരു ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ലോ സിസ്റ്റം കൊണ്ടുവരുന്ന നിയമ സംവിധാനങ്ങൾ എത്രത്തോളം സ്ട്രോങ്ങർ ആവുന്നോ, എത്രത്തോളം ഫാസ്റ്റർ ആവുന്നോ, എത്രത്തോളം ഇൻവെസ്റ്റിഗേഷൻ കൂടുന്നോ എന്നാൽ മാത്രമേ ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒഴിവാക്കാൻ പറ്റൂ. പിന്നെ ഈ ഗർഭചിത്രത്തെ പറ്റിയൊക്കെ എന്താ പറയണ്ടേ, അതൊക്കെ ഒരു ഒരു ഐ ഡോണ്ട് തിങ്ക് ഇതൊരു റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെക്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ബിഫോർ മാരേജ്. കാരണം കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് മുടങ്ങിപ്പോകുന്ന എത്രയോ ബന്ധങ്ങളുണ്ട്. അപ്പം ഒരു പ്രണയിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തിൻ്റെ പേരിലാണ് ഇതിലോട്ട് പോകുന്നത് എന്നാൽ ഇതിലോട്ട് പോയിക്കോളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ജീവിതമാണ്. പക്ഷെ പോയി അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം നേരെ പോയി ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനത്തെ പരിപാടിക്ക് പോകരുത് എന്നൊരഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ടോപ്പിക്കുമായിട്ട് വരുന്ന ഒരു വീഡിയോ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സുഗാന്തിനെ പിടിച്ചു എന്നൊരു ഇതുമായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ പിടിച്ചിട്ട് അവന് ഇന്നൊരു സാധനം കിട്ടി എന്നാവട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ ബൈ.